ഓക്കെ അല്ലേ? ഓടാൻ തുടങ്ങിയ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മുടെ നെല്ലിയാമ്പതി, നെന്മാറ, അയിലൂർ, മേലാ റോഡ്, ഇതിന് 10 പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ് ഈ നെന്മാറ പോത്തുണ്ടി ഡാമിലെ വെള്ളം. പോത്തുണ്ടി ഡാമിലെ വെള്ളം എന്ന് പറയുമ്പോൾ നേരത്തെ 3 പഞ്ചായത്താണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ 10 പഞ്ചായത്തിന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം സർവത്ര, പക്ഷേ തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറഞ്ഞ മാതിരി വേനൽക്കാലത്ത് 24 അടി വെള്ളം വേണമെന്നുള്ളതാണ് വാട്ടർ റോട്ടിൻ്റെ കണക്ക്. അപ്പോൾ അത് എത്തിക്കുന്നതിന് വേണ്ടി നെല്ലിയാമ്പതി കേശവൻപാറയിൽ നിന്ന് 300 മീറ്റർ ടണൽ വെട്ടി വെള്ളം കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹൈക്കോടതി കേസ് പെറ്റീഷൻ ചെയ്തിട്ടുണ്ട്. വെള്ളം എത്തിക്കുന്നതിന്, കൃഷിക്കും കുടിവെള്ളത്തിനും. ഇവിടുന്ന് നെന്മാറ, അയിലൂർ, മേലാ റോഡ്, പിന്നെ പല്ലശ്ശേന, എലവഞ്ചേരി, പിന്നെ എരുമിയൂർ, കാവശ്ശേരി, പുതുക്കോട്, ആലത്തൂർ വരെ വെള്ളം ഉണ്ട്. അപ്പോൾ 10 പഞ്ചായത്ത്, 6 പഞ്ചായത്ത് കൃഷിക്കാണ് ഉള്ളത്. കൃഷിക്ക് 2-ാം പഞ്ചിക്ക് വെള്ളം വിട്ടാൽ വെള്ളം ഇല്ല. പക്ഷേ വേനൽക്കാലത്ത് വെള്ളം ഇവിടുന്ന് കേശവൻപാറയിൽ നിന്ന് 300 മീറ്റർ ടണൽ വെട്ടി ടണലോ പൈപ്പോ ഇടുകയാണെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. പിന്നെ നെന്മാറ ആശുപത്രിയാണ്. നെന്മാറ ആശുപത്രി നേരത്തെ പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നെന്മാറ ആശുപത്രി എന്ന് പറയുമ്പോൾ നേരത്തെ ദേവയാനി, പിന്നെ മറ്റേ ഗോപി സാറ്, വർക്ക്മാൻ എന്നൊക്കെ ഡോക്ടർമാരൊക്കെ ഉണ്ടാകുമ്പോൾ 25-30 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം ആവറ്റീസ്, മറ്റുള്ള പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട ഗതികളാണ്. ഒരു മുള്ളു കുത്തിയ ചികിത്സയില്ല. ഷുഗറും പ്രഷറും മാത്രമേ നെന്മാറയിൽ ചികിത്സിക്കുന്നു. അതിനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. 50 കോടിൻ്റെ പദ്ധതിയാണ്. 2026 നെന്മാറ MLA സ്ഥാനാർത്ഥിയായിട്ട് ശങ്കരനാരായണനാണ് എൻ്റെ പേര്, നിൽക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകുകയും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്നും ഈ പരിപാടിയെ വിജയപ്രദമാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. മതിയാ.